ഹലോ എവരിവൺ, വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ NIOS +2 പൊളിറ്റിക്കൽ സയൻസിന്റെ 20ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കഷൻ ചെയ്യുന്നത്. NIOS പൊളിറ്റിക്കൽ സയൻസിന്റെ NIOS +2 പൊളിറ്റിക്കൽ സയൻസിന്റെ 20ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റീജിയണലിസം ആൻഡ് റീജിയണൽ പാർട്ടി, റീജിയണലിസവും റീജിയണൽ പാർട്ടീസിനെയും കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. പ്രാദേശികതയും പ്രാദേശിക പാർട്ടികളും. അപ്പോ പ്രാദേശികതയെ കുറിച്ചും പ്രാദേശിക പാർട്ടികളെ കുറിച്ചുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ വ്യക്തമാക്കേണ്ടത്. 19ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ നാഷണൽ പാർട്ടികളെ കുറിച്ചാണ് പഠിച്ചത്. കോൺഗ്രസിനെ കുറിച്ചും BJPയെ കുറിച്ചും CPIനെയും CPMനെയും അങ്ങനെ ദേശീയ പാർട്ടികളെ കുറിച്ചാണ് 19ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി 20ാമത്തെ ചാപ്റ്ററിലൂടെ നമ്മൾ നമ്മുടെ റീജിയണൽ പാർട്ടി, പ്രാദേശിക പാർട്ടികളെ കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. പ്രാദേശികതയും പ്രാദേശിക പാർട്ടികളും നമുക്കറിയാം. ആദ്യം നമ്മൾക്ക് എന്താണ് റീജിയണലിസം എന്ന് നോക്കാം. വാട്ട് ഈസ് റീജിയണലിസം? പ്രാദേശികത എന്നാൽ എന്ത്? റീജിയണലിസം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കിക്കോളൂ. അതായത് പ്രാദേശികത, പ്രാദേശികതയുടെ അർത്ഥവും സവിശേഷതയുമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. പ്രാദേശികത എന്ന് പറഞ്ഞാൽ തങ്ങളുടെ സ്വന്തം പ്രദേശത്തോടും അതിന്റെ സാംസ്കാരിക താല്പര്യങ്ങളോടുമുള്ള പ്രത്യേക സ്നേഹവും താല്പര്യവുമാണ് പ്രാദേശികത. നമ്മുടെ സ്വന്തം പ്രദേശം, നമ്മുടെ സ്വന്തം പ്രദേശത്തോടും അതിന്റെ സാംസ്കാരിക താല്പര്യങ്ങളോടുമുള്ള പ്രത്യേക സ്നേഹവും താല്പര്യത്തെയുമാണ് എന്തു പറയുന്നത്? പ്രാദേശികത എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വന്തം ഭാഷ, സംസ്കാരം, ചരിത്രം, തനിമ എന്നിവ സംരക്ഷിക്കാനുള്ള മാനസിക വികാരമാണിത്. ഇപ്പൊ ഭാഷയും സംസ്കാരവും ചരിത്രവും തനിമയും ഒക്കെ സംരക്ഷിക്കാനുള്ള ഒരു മാനസിക വികാരമാണ് എന്ത്? പ്രാദേശികത. അതേപോലെ പ്രാദേശിക വികസനത്തിനും സമത്വത്തിനും വേണമെന്ന നല്ല ലക്ഷ്യത്തോടെയാണ് ഇത് ആരംഭിക്കുന്നത്. പ്രാദേശികത ആരംഭിക്കുന്നത് എങ്ങനെയാണ്? പ്രാദേശിക വികസനത്തിനും സമത്വത്തിനും പ്രാദേശിക വികസനവും സമത്വവും വേണമെന്ന നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് പ്രാദേശികത ആരംഭിക്കുന്നത്. മാത്രല്ല ഇത് ദേശീയ ഐക്യത്തിനും സമഗ്രതയ്ക്കും ചിലപ്പോൾ എന്തുമാകാം? ഭീഷണിയാകാം. എന്തുകൊണ്ടാണ് പ്രാദേശികത ദേശീയ ഐക്യത്തിന് ഭീഷണിയാവും എന്ന് പറയാനുള്ള കാരണം? പ്രാദേശികത പറഞ്ഞാൽ എന്റെ സംസ്ഥാനം, എന്റെ ജില്ല. അപ്പൊ എന്റെ സംസ്ഥാനം, എന്റെ ജില്ല, എന്റെ സംസ്ഥാനം അതൊരു പ്രാദേശികതയാണ്. മറ്റുള്ളവരെ ഒന്നും അവിടെ പരിഗണിക്കണില്ല. പക്ഷെ അങ്ങനെ പാടില്ല. നമ്മുടെ രാജ്യത്തില് 28 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ഉള്ളത്. അപ്പോ 29 സംസ്ഥാനങ്ങൾ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവ മൊത്തം ഇന്ത്യയുടെ ദേശീയ അഖണ്ഡതയാണ്. പക്ഷെ പ്രാദേശികമായി ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തിനോട് മാത്രമായിരിക്കും റിലേഷൻ ഉണ്ടായിരിക്കുക? നമ്മുടെ പ്രദേശത്തോട് മാത്രം പ്രാദേശികത്വം പുലർത്തുക, അഥവാ പ്രതിബദ്ധത പുലർത്തുക. നമ്മുടെ പ്രദേശം, അതായത് നമ്മൾ ജനിച്ചു വളർന്ന നാടിനോട് മാത്രം സ്നേഹം കാണിക്കുന്നതിനെയാണ്, സ്നേഹവും പരിഗണനയും ഒക്കെ കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്രാദേശികത എന്ന് പറയുന്നത്. ഇപ്പൊ ഞാന് മലപ്പുറം ജില്ലക്കാരിയാണ്, പെരിന്തൽമണ്ണയാണ് എന്റെ സ്വദേശം. അപ്പൊ ഞാൻ എന്റെ സ്വദേശത്തോട് മാത്രം കൂറു പുലർത്തുകയും എന്റെ ദേശത്തിനോട് കൂറു പുലർത്താതെ ഞാൻ എന്റെ സ്വദേശത്തിനോട് മാത്രം കൂറു പുലർത്തുമ്പോൾ അതെന്താണ്? പ്രാദേശികതയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് പ്രാദേശികത. നിങ്ങൾ ജനിച്ചു വളർന്ന നാടിനോട് മാത്രം സ്നേഹവും താല്പര്യവും പരിഗണനയൊക്കെ നൽകുന്നതിനെയാണ് പ്രാദേശികത അഥവാ റീജിയണലിസം എന്ന് പറയുന്നത്. നിങ്ങൾ എവിടെയാണോ, ഏത് ജില്ലയിലാണോ ജനിച്ചത്, ഏത് താലൂക്കിലാണോ ജനിച്ചത്, ആ ജന്മനാടിനോട് മാത്രം കൂറു പുലർത്തുക. സ്വദേശത്തോട് കൂറു പുലർത്താതിരിക്കുന്ന ഒരവസ്ഥയാണ് ഇത് പ്രാദേശികത. അതേപോലെ നമുക്ക് പ്രാദേശിക പാർട്ടികളുടെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം. അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റീജിയണൽ പാർട്ടീസ്.
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റീജിയണൽ പാർട്ടി. എന്തൊക്കെയാണ് പ്രാദേശിക പാർട്ടികളുടെ സവിശേഷത എന്നാണ് ഇനി അടുത്ത ടോപ്പിക്സിൽ പറയുന്നത്. അതായത് പ്രാദേശിക പാർട്ടികളുടെ ഒന്നാമത്തെ സവിശേഷതയാണ് പ്രവർത്തന മണ്ഡലം. എന്താണ് പ്രവർത്തന മണ്ഡലം എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക സംസ്ഥാനത്തിലോ അല്ലെങ്കിൽ വളരെ കുറച്ച് അയൽ സംസ്ഥാനങ്ങളിലോ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയാണ് പ്രാദേശിക പാർട്ടികൾ. ഇപ്പൊ പ്രാദേശിക പാർട്ടികളുടെ സവിശേഷത എന്ന് പറയുന്നത് പ്രവർത്തന മണ്ഡലമാണ്. ഈ പ്രവർത്തന മണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക സംസ്ഥാനത്തിലോ അല്ലെങ്കിൽ വളരെ കുറച്ച് അയൽ സംസ്ഥാനങ്ങളിലോ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രാദേശിക പാർട്ടികൾ എന്ന് പറയുന്നത്. സംസ്ഥാന തലത്തിൽ ഭരണം പിടിച്ചെടുക്കുകയോ അധികാര പങ്കാളിത്തം ഉറപ്പാക്കുകയോ ചെയ്യുക എന്നതാണ് ഇവയുടെ പ്രധാന ലക്ഷ്യം. ഇപ്പൊ പ്രാദേശികത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാദേശിക പാർട്ടിയുടെ സവിശേഷത എന്ന് പറയുന്നത് പ്രവർത്തന മണ്ഡലമാണ്. പ്രവർത്തന മണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക സംസ്ഥാനത്തിലോ അല്ലെങ്കിൽ വളരെ കുറച്ച് അയൽ സംസ്ഥാനങ്ങളിലോ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയാണ് നമ്മൾ പ്രാദേശിക പാർട്ടികൾ എന്ന് പറയുക. സംസ്ഥാന തലത്തിൽ ഭരണം പിടിച്ചെടുക്കുകയോ സംസ്ഥാന തലത്തിൽ അധികാര പങ്കാളിത്തം ഉറപ്പുവരുത്തുകയോ ചെയ്യുക എന്നതാണ് ഏതിന്റെ ലക്ഷ്യം? അവനവന്റെ സംസ്ഥാനങ്ങളിൽ മാത്രമുള്ള പാർട്ടികളാണ് ഏതിലുണ്ടാവുക? പ്രാദേശിക പാർട്ടികൾ ഉണ്ടാവുക. അപ്പൊ അത്തരത്തിലുള്ള പാർട്ടികളാണ് ഏതിന്റെ പ്രത്യേകത? പ്രാദേശിക പാർട്ടികളുടെ സവിശേഷത. അതാണ് പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത്. പിന്നെ എന്താണ് പ്രാദേശിക പാർട്ടികളുടെ മറ്റൊരു സവിശേഷത? പ്രാദേശിക താല്പര്യങ്ങളായിരിക്കും. ദേശീയ വിഷയങ്ങളെക്കാൾ പ്രാദേശിക പ്രശ്നങ്ങൾക്കും വികസന ആവശ്യങ്ങൾക്കും ജനങ്ങളുടെ സംസ്കാരത്തിനും മുൻഗണന നൽകുന്നു. കേന്ദ്രത്തിൽ ദേശീയ പാർട്ടികളുടെ ഏകപക്ഷീയമായ കടന്നുകയറ്റത്തെ ചെറുക്കുകയും ഫെഡറലിസം സംരക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോ പ്രാദേശിക പാർട്ടികളുടെ സവിശേഷതയിലെ രണ്ടാമത്തെ സവിശേഷതയാണ് പ്രാദേശിക താല്പര്യങ്ങൾ. പ്രാദേശിക താല്പര്യം എന്ന് പറഞ്ഞാൽ എന്താ? ദേശീയ വിഷയങ്ങളെക്കാൾ പ്രാദേശിക പ്രശ്നങ്ങൾക്കും വികസന ആവശ്യങ്ങൾക്കും ജനങ്ങളുടെ സംസ്കാരത്തിനും മുൻഗണന നൽകുന്നു. കേന്ദ്രത്തിൽ ദേശീയ പാർട്ടികളുടെ ഏകപക്ഷീയമായ കടന്നുകയറ്റത്തെ ചെറുക്കുകയും ഫെഡറലിസത്തെ സംരക്ഷിക്കുക. എന്താ ഫെഡറലിസം എന്ന് പറഞ്ഞാല്? കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ച് ഭരിക്കുക. അതിനെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഏതിന്റെ താല്പര്യം? ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രാദേശിക താല്പര്യം. അപ്പൊ ഇത് രണ്ടുമാണ് പ്രാദേശിക പാർട്ടികളുടെ സവിശേഷതയിൽ വരുന്നത് കേട്ടോ. പ്രവർത്തന മണ്ഡലവും പ്രാദേശിക താല്പര്യങ്ങളും. അടുത്തതാണ് ഫോംസ് ഓഫ് റീജിയണലിസം. ഡിഫറന്റ് ഫോംസ് ഓഫ് റീജിയണലിസം എന്ന് പറയും. പ്രാദേശികതയുടെ വിഭിന്ന രൂപങ്ങൾ, ഫോംസുകൾ. റീജിയണലിസത്തിന്റെ ഫോംസുകൾ ഏതൊക്കെയെന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഫോംസ് ഓഫ് റീജിയണലിസം അഥവാ പ്രാദേശികതയുടെ വിഭിന്ന രൂപങ്ങൾ. ഒന്നാമത്തെ ഫോംസ് എന്ന് പറയുന്നത് സ്വയംഭരണ ആവശ്യം. രണ്ടാമത്തത് വേർപിരിയൽ താല്പര്യം. മൂന്നാമത്തത് ഭാഷാ നദീജല തർക്കങ്ങൾ. അപ്പൊ പ്രാദേശികതയുടെ ഫോംസ്, ഒന്നാമത്തെ ഫോംസ് എന്താണ്? സ്വയംഭരണ ആവശ്യം. സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനയിൽ കൂടുതൽ അധികാരങ്ങളും സ്വയംഭരണ അവകാശങ്ങളും വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതിനെയാണ് എന്ത് പറയുക? സ്വയംഭരണ ആവശ്യം എന്ന് പറയാം. സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനയിൽ കൂടുതൽ അധികാരങ്ങളും അതേപോലെ തന്നെ സ്വയംഭരണ അവകാശങ്ങളും വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സ്വയംഭരണ ആവശ്യം. അപ്പോ പ്രാദേശികതയുടെ 3 ഫോംസുകളാണ് ഏതൊക്കെ? സ്വയംഭരണ ആവശ്യം, വേർപിരിയൽ താല്പര്യം, ഭാഷാ നദീജല തർക്കങ്ങൾ. 3 ഫോംസുകളാണ് പ്രാദേശികതയ്ക്കുള്ളത്. സ്വയംഭരണ ആവശ്യം, വേർപിരിയൽ താല്പര്യം, ഭാഷാ നദീജല തർക്കങ്ങൾ. അത് സ്വയംഭരണ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ? സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനയിൽ കൂടുതൽ അധികാരങ്ങളും സ്വയംഭരണ അവകാശങ്ങളും വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതിനെയാണ് സ്വയംഭരണ ആവശ്യം എന്ന് പറയുന്നത്. ഇനി വേർപിരിയൽ താല്പര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വേർപെട്ട്
പ്രത്യേക സ്വതന്ത്ര രാജ്യമാകാനുള്ള വിഘടനവാദപരമായ പ്രവണതകൾ. ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വേർപെട്ടുകൊണ്ട് പ്രത്യേക സ്വതന്ത്ര രാജ്യമാകാനുള്ള വിഘടനവാദപരമായ പ്രവണതയെയാണ് നമ്മൾ എന്ത് പറയാ, വേർപിരിയൽ താല്പര്യം. മൂന്നാമത്തേതാണ് ഭാഷാ നദീജല തർക്കങ്ങൾ. അയൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഭാഷാ അതിർത്തി തർക്കങ്ങളും ജീവജലത്തിനായുള്ള നദീജല പങ്കുവെക്കൽ തർക്കങ്ങളും. അപ്പോ ഭാഷാ നദീജല തർക്കങ്ങളും ഏതിൽ വരും? പ്രാദേശികതയുടെ ഫോംസ് ആണ്. കാരണം നമുക്കറിയാം തമിഴ്നാടും കേരളവും മുല്ലപ്പെരിയാറിനെ ചൊല്ലി തർക്കം ഉണ്ടായിരുന്നു അല്ലെ, പ്രാദേശിക തർക്കമാണ് അതൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഭാഷാ നദീജല തർക്കങ്ങള് അയൽ സംസ്ഥാനങ്ങൾ, നമുക്കറിയാം കേരളത്തിന്റെ അയൽ സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകയും തമിഴ്നാടുമാണ്. അപ്പൊ ഈ കർണാടകയും തമിഴ്നാടിനോടും കേരളം ഏതെങ്കിലും രീതിയിൽ തർക്കങ്ങൾ ഉണ്ടാവുക, എന്തിനെ ചൊല്ലി? നദീജലം പങ്കുവെക്കുന്നതിനെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാവുക. അപ്പൊ അതൊക്കെ ഏതിൽ വരുന്നതാണ്? പ്രാദേശിക പ്രശ്നങ്ങളാട്ടോ, റീജിയണൽ പ്രോബ്ലംസ് ആണ്. അപ്പൊ അയൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഭാഷാ അതിർത്തി തർക്കങ്ങളും ജലത്തിനായുള്ള നദീജല പങ്കുവെക്കൽ തർക്കങ്ങളും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രാദേശികതയുടെ വിഭിന്ന രൂപങ്ങൾ അല്ലെങ്കിൽ ഫോംസ് എന്ന് പറയുന്നത്. ഇപ്പൊ പ്രാദേശികതയുടെ വിഭിന്ന രൂപങ്ങൾ അഥവാ ഫോംസ് ഓഫ് റീജിയണലിസം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ വെക്കണം? സ്വയംഭരണത്തിനുള്ള ആവശ്യം, സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ട ആവശ്യത്തെയാണ് സ്വയംഭരണ ആവശ്യം എന്ന് പറയാം. നമുക്കറിയാം നമ്മളുടെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും രൂപീകരിച്ചത് 1956 കേരള സംസ്ഥാനം രൂപീകൃതമായത്. ആദ്യം രൂപീകരിക്കപ്പെട്ട സംസ്ഥാനം 1949 ആന്ധ്രാപ്രദേശാണ്. പൊറ്റി ശ്രീ രാമലുവിന്റെ നേതൃത്വത്തിലാണ് ആന്ധ്രാപ്രദേശ് രൂപീകൃതമായത്. അദ്ദേഹം എത്രയോ ദിവസം ഉപവാസമൊക്കെ അനുഷ്ഠിച്ച് അദ്ദേഹം മരണമടഞ്ഞു. അതിനെ തുടർന്ന് ജനങ്ങൾ രോഷാകുലരാവുകയും അങ്ങനെ ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായി. അപ്പൊ നമുക്ക് പ്രാദേശികത പറഞ്ഞാൽ പ്രത്യേകം സംസ്ഥാനത്തെയാണ് പ്രാദേശികത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സ്വയംഭരണ ആവശ്യം എന്ന് പറഞ്ഞാല് കേരളത്തിന് സ്വയംഭരണം കിട്ടിയത് എന്നു മുതലാണ്? കേരള പിറവി നവംബർ 1, 1956 കേരളത്തിന് സ്വയംഭരണ അവകാശം കിട്ടിയത്. അതാണ് സ്വയംഭരണ ആവശ്യം. പിന്നെ വേർപിരിയൽ താല്പര്യം, അതായത് ഇന്ത്യൻ യൂണിയനിൽ നിന്നും വേർപെട്ട് പ്രത്യേക സ്വതന്ത്ര രാജ്യമാകാനുള്ള വിഘടനവാദപരമായ പ്രവണതയാണ് വേർപിരിയൽ താല്പര്യം. പിന്നെ ഭാഷാ നദീജല തർക്കങ്ങൾ. ഇതൊക്കെയാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? പ്രാദേശികതയുടെ വിഭിന്ന രൂപങ്ങളായിട്ട് അറിയപ്പെടുന്നത്. അടുത്ത സ്ലൈഡാണ്, നോക്കിക്കോളൂ. ഇന്ത്യയിലെ റീജിയണലിസത്തിന്റെ വളർച്ച. റീജിയണലിസം ഡെവലപ്ഡ് ഇൻ ഇന്ത്യ നിങ്ങളുടെ ഗൈഡിലെ ചാപ്റ്റർ 20 10ാമത്തെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും ഇന്ത്യയിലെ റീജിയണലിസത്തിന്റെ വളർച്ചയെ കുറിച്ച്. ആദ്യം നമുക്ക് ഇന്ത്യയിലെ റീജിയണലിസം, പ്രാദേശികത എങ്ങനെയാണ് വളർന്നത് നോക്കാം. ചരിത്രപരമായ പശ്ചാത്തലം നോക്കാം. ഇന്ത്യയിലെ റീജിയണലിസം ഡെവലപ്പ് ചെയ്തതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം നമ്മൾ നോക്കുന്നത്. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കൽ നയവും അസന്തുലിത വികസനവുമാണ് പ്രാദേശികതയ്ക്ക് തുടക്കമിട്ടത്. ഇപ്പൊ ചരിത്രപരമായ പശ്ചാത്തലം നോക്കുമ്പോൾ ബ്രിട്ടീഷ് നയം നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കൽ നയവും അസന്തുലിത വികസനവുമാണ് ചരിത്രപരമായ പ്രാദേശികതയ്ക്ക് ഇന്ത്യയിൽ തുടക്കമിട്ടത്. ഇപ്പൊ ഇന്ത്യയിൽ പ്രാദേശികതയ്ക്ക് തുടക്കമിടാനുള്ള കാരണം എന്താണ്? ബ്രിട്ടീഷ് നയമാണ്. ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കൽ എന്ന നയവും അസന്തുലിത വികസനവുമാണ് ഇന്ത്യയില് പ്രാദേശികത വളരാനുള്ള ചരിത്രപരമായ പശ്ചാത്തലം. അതേപോലെ സംസ്ഥാന പുനഃസംഘടന 1956 1956 സംസ്ഥാനങ്ങൾ പുനഃസംഘടന, ഞാൻ പറഞ്ഞു സംസ്ഥാനങ്ങളെ രൂപീകരിച്ചു എന്ന് പറഞ്ഞു. അതും ഇന്ത്യയിൽ എന്തിന് കാരണമായി? റീജിയണലിസം വളരാൻ കാരണമായി. സ്വാതന്ത്ര്യാനന്തരം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് പ്രാദേശിക ബോധം ശക്തമാക്കി. നമുക്കറിയാം ലാംഗ്വേജ് അഥവാ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ രൂപീകൃതമായത്. 1956 കൂടിയാണ് ഇന്ത്യയിലെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകൃതമായത്. അതേപോലെ ശക്തമായ ചില പ്രസ്ഥാനങ്ങളും എന്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി? പ്രാദേശികതയുടെ വളർച്ചയ്ക്ക് കാരണമായി. തമിഴ്നാട്ടിലെ DMK, പഞ്ചാബിലെ അകാലിദൾ,
ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് തുടങ്ങിയ പാർട്ടികളുടെയൊക്കെ പ്രവർത്തനങ്ങളും ഈ പ്രാദേശികത ഇന്ത്യയിൽ തഴച്ചു വളരാൻ കാരണമായി. അപ്പൊ ഇന്ത്യയിലെ പ്രാദേശികത വളരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ചരിത്രപരമായ പശ്ചാത്തലം, ബ്രിട്ടീഷ് നയവും സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയും ശക്തമായ ചില പ്രസ്ഥാനങ്ങളുമാണ് ഇന്ത്യയില് പ്രാദേശികത വളരാനുള്ള കാരണം. ചരിത്രപരമായ പശ്ചാത്തലം എന്ന് പറഞ്ഞാല് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭിന്നിപ്പിച്ചു ഭരിക്കൽ നയവും അസന്തുലിത വികസനവുമാണ് പ്രാദേശികതയ്ക്ക് തുടക്കമിട്ടത്. അതേപോലെ സംസ്ഥാന പുനഃസംഘടന 1956 സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത്. അതേപോലെ ശക്തമായ പ്രസ്ഥാനങ്ങൾ തമിഴ്നാട്ടില് DMK, പഞ്ചാബിലെ അകാലിദൾ, ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് തുടങ്ങിയ പാർട്ടികൾ നിർണായകമായ പങ്കുവഹിച്ചു പ്രാദേശികത വളരാന്. ഇപ്പൊ ഇന്ത്യയിൽ പ്രാദേശികത വളരാൻ കാരണമായത് 3 കാര്യങ്ങളാണ്: ബ്രിട്ടീഷ് നയവും സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയും ശക്തമായ പ്രസ്ഥാനങ്ങളും. ശക്തമായ പ്രസ്ഥാനങ്ങൾ പറഞ്ഞാൽ തമിഴ്നാട്ടിലെ DMK, പഞ്ചാബിലെ അകാലിദള്, ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ് തുടങ്ങിയ പാർട്ടികളൊക്കെയാണ് ഈ ഒരു ഇന്ത്യയിലെ പ്രാദേശികതയുടെ വളർച്ചയ്ക്ക് കാരണമായത്. നമ്മൾ കോസസ് ഓഫ് റീജിയണലിസം, പ്രാദേശികതയുടെ കാരണങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് റീജിയണലിസത്തിന്റെ കാരണം? റീജിയണലിസം ഉണ്ടാവാനുള്ള കാരണം, കോസസ് ഓഫ് റീജിയണലിസം. എന്താണ് പ്രാദേശികത ഉണ്ടാവാനുള്ള കാരണം? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഭാഷയും സംസ്കാരവുമാണ്. പ്രാദേശികത ആണ് എന്റെ നാട്, എന്റെ സംസ്ഥാനം, എന്റെ ജില്ല, എന്റെ സംസ്ഥാനം, അതൊക്കെയാണ് പ്രാദേശികത എന്ന് പറയാ. അപ്പൊ പ്രാദേശികത ഉണ്ടാവാനുള്ള കാരണം എന്താണ്? കോസസ് ഓഫ് റീജിയണലിസം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതുക? ഭാഷയും സംസ്കാരവും ഒന്നാമത്തെ കാരണം. ആനുപാതികമല്ലാത്ത വികസനം, രാഷ്ട്രീയ താല്പര്യങ്ങൾ, ഈ 3 കാരണമാണ് ഇന്ത്യയിൽ എന്ത് വളരാനുണ്ടായത്? പ്രാദേശികത വളരാനുണ്ടായത്. ഇന്ത്യയിലെ പ്രാദേശികത വളരാന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്: ഭാഷയും സംസ്കാരവും, ആനുപാതികമല്ലാത്ത വികസനം, രാഷ്ട്രീയ താല്പര്യങ്ങൾ. ഈ 3 കാരണമാണ് ഇന്ത്യയിൽ എന്ത് വളരാൻ കാരണമായത്? പ്രാദേശികത വളരാൻ കാരണമായത്. ഇനി ഭാഷയും സംസ്കാരവും എന്ന് പറയുമ്പോൾ എന്താ? സ്വന്തം ഭാഷ, പ്രാദേശിക സംസ്കാരം, പാരമ്പര്യം എന്നിവ സംരക്ഷിക്കാനും വളർത്താനുമുള്ള ആഗ്രഹം. ഭാഷയും സംസ്കാരവും, സ്വന്തം ഭാഷ, പ്രാദേശിക സംസ്കാരം, പാരമ്പര്യം എന്നിവ സംരക്ഷിക്കാനും വളർത്താനുമുള്ള ആഗ്രഹമാണ് ഇന്ത്യയിലെ പ്രാദേശികത വളരാനുള്ള ഒന്നാമത്തെ കാരണം. സ്വന്തം ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സംസ്ഥാനം. നമുക്കറിയാം കേരളത്തിൽ മലയാളമാണ് നമ്മുടെ ഭാഷ. ഇപ്പൊ കേരളത്തിലുള്ള ആളുകൾ മലയാളമാണ് സംസാരിക്കുക, തമിഴ് സംസാരിക്കില്ല. ഇവിടെ ജോലിക്ക് വേണ്ടി വന്നവർ മാത്രമേ അവരുടെ ഭാഷ സംസാരിക്കൂ. പൊതുവെ കേരളീയൻ മലയാളമാണ് സംസാരിക്കുക. ഇപ്പൊ തമിഴ്നാട്ടിലുള്ളവര് തമിഴാണ് സംസാരിക്കുക, കർണാടകത്തിലുള്ളവര് തെലുങ്കാണ്, കന്നഡയാണ് സംസാരിക്കുക, ആന്ധ്രാപ്രദേശിലുള്ളവര് തെലുങ്കാണ് സംസാരിക്കുക. അപ്പൊ ഓരോരുത്തർക്കും ഓരോ സംസ്കാരമുണ്ട്, ഓരോ ഭാഷ ഉണ്ട്. അപ്പൊ ഈ ഭാഷയാണ് എന്തുണ്ടാകാൻ കാരണമായത്? പ്രാദേശികത്വം ഉണ്ടാകാനുള്ള ഒന്നാമത്തെ കാരണം. ഭാഷയും സംസ്കാരവുമാണ്. ഭാഷ, പ്രാദേശികമായ സംസ്കാരം, പാരമ്പര്യം. നമുക്കറിയാം കേരളത്തിൻ്റെതായ ഒരു സംസ്കാരമുണ്ട്, കൾച്ചറുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്. അല്ലെ? കേരളത്തിന്റെ അറിയപ്പെടുന്ന ഒരു ആഘോഷമാണ് ഏത്? ഓണം. അല്ലെ? കാരണം എന്താണ്? അത് കേരളത്തിന്റെ അങ്ങനെ ജാതി മത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന കേരളത്തിന്റെ ഉത്സവമാണ്. അല്ലെ? എല്ലാവരും ആഘോഷിക്കും കേരളത്തില്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സ്വന്തം ഭാഷ, പ്രാദേശിക സംസ്കാരം, പാരമ്പര്യം ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ത് ഉണ്ടാവാനുള്ള കാരണം? പ്രാദേശികത വളരാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് എന്താ? ആനുപാതികമല്ലാത്ത വികസനം. ചില പ്രദേശങ്ങൾ സാമ്പത്തികമായി അവഗണിക്കപ്പെടുക, പിന്നോക്ക അവസ്ഥയിലേക്ക് പോവുക. അപ്പൊ അതിനോടൊക്കെ ഉള്ള ഒരു പ്രതിഷേധമായിട്ടാണ് എന്തുണ്ടായത്? ഈ ഒരു പ്രാദേശികത്വം ഉണ്ടായത്, സംസ്ഥാനങ്ങളായി തിരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. മൂന്നാമത് എന്ന് പറയുന്നത് ചില രാഷ്ട്രീയ താല്പര്യങ്ങളാണ്.
പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കും വോട്ട് ബാങ്കിനുമുള്ള നീക്കങ്ങൾ. രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരാൻ വേണ്ടിയിട്ടും സംസ്ഥാനങ്ങളാക്കി തിരിച്ചു എന്നാണ്. പ്രാദേശികമായി തിരിച്ചു, രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയും ഈ ഒരു പ്രാദേശികത്വം നിലവിൽ വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് എന്ത് വളരാനുണ്ടായത്, പ്രാദേശികത വളരാനുള്ള കാരണം ഈ 3 എണ്ണാണ് കേട്ടോ. ഈ 3 കാര്യങ്ങളാണ് പ്രാദേശിക വളരാനുള്ള കാരണങ്ങൾ. അടുത്തത് നമുക്ക് റോൾ ഓഫ് റീജിയണൽ പാർട്ടീസ്. പ്രാദേശിക പാർട്ടികളുടെ പങ്ക് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇമ്പോർട്ടന്റ് റോൾ ഓഫ് റീജിയണൽ പാർട്ടീസ്. പ്രാദേശിക പാർട്ടികളുടെ നിർണായകമായ പങ്ക് എന്തൊക്കെയാണ് പ്രാദേശിക പാർട്ടികളുടെ നിർണായകമായ പങ്ക്? 1 സംസ്ഥാനത്തെ ഭരണം, 2 സഖ്യ സർക്കാരുകൾ, 3 പ്രശ്നങ്ങൾ ഉന്നയിക്കൽ, 4 ജനപങ്കാളിത്തം. 4 കാരണങ്ങളാണ് പ്രാദേശിക പാർട്ടികളുടെ പങ്കിന് കാരണമാകുന്നത്. 1 സംസ്ഥാന ഭരണം, 2 സഖ്യ സർക്കാരുകള്, 3 പ്രശ്നങ്ങൾ ഉന്നയിക്കല്, 4 ജനപങ്കാളിത്തം. ഇനി എന്താ സംസ്ഥാന ഭരണം എന്ന് പറഞ്ഞാൽ എന്താ? സംസ്ഥാനങ്ങളിൽ ജനകീയ സർക്കാരുകൾ രൂപീകരിക്കാനും ഭരണം നടത്താനും സാധിച്ചു. അതാണ് സംസ്ഥാന ഭരണം. ഇപ്പൊ പ്രാദേശിക പാർട്ടികളുടെ ഒന്നാമത്തെ പങ്ക് എന്താ? സംസ്ഥാന ഭരണം. അതായത് സംസ്ഥാനങ്ങളിൽ ജനകീയ സർക്കാരുകൾ രൂപീകരിക്കുന്നതിനും ഭരണം നടത്താനും സാധിച്ചു. 2 സഖ്യ സർക്കാരുകൾ. കേന്ദ്രത്തിൽ ഏകപക്ഷി ഭരണം അവസാനിച്ചതോടെ സഖ്യ സർക്കാരുകളുടെ രൂപീകരണത്തിലും എന്ത് കാരണമായി? പ്രാദേശിക പാർട്ടികൾ പങ്കുവഹിച്ചു. ഇപ്പൊ നമുക്കറിയാം, ഒരു കാലത്ത് കേന്ദ്രത്തിൽ ഒരൊറ്റ പാർട്ടി ഉണ്ടായിരുന്നത്. പക്ഷേ സംസ്ഥാനങ്ങളൊക്കെ തിരിച്ചപ്പോ പല പാർട്ടികൾ ഉണ്ടായി. അങ്ങനെ സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അധികാരത്തിലിരിക്കാൻ ശ്രമിക്കാനും അത് കാരണമായി. ഇപ്പോ BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും അവർക്ക് ഭൂരിപക്ഷം കൂട്ടണമെങ്കിൽ നമുക്ക് ഏത് സംസ്ഥാനത്തിലുള്ളവരെ മറ്റ് പാർട്ടീനെയും കൂടി അവരെ പാർട്ടിയിൽ സഖ്യത്തിൽ നേടാം. അപ്പൊ അത്തരത്തിനും എന്ത് കാരണമായി? ഈ ഒരു പ്രാദേശിക പാർട്ടികളുടെ നിർണായക പങ്ക് കാരണമായി. അതാണ് സഖ്യ സർക്കാരുകൾ എന്ന് പറയുന്നത്. അതേപോലെ പ്രശ്നങ്ങൾ ഉന്നയിക്കൽ. സംസ്ഥാനങ്ങളുടെ അവഗണനയും പ്രാദേശിക വികസന പ്രശ്നങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കാൻ കഴിഞ്ഞു. ഇപ്പൊ പ്രാദേശിക പാർട്ടികളുടെ നിർണായകമായ മറ്റൊരു പങ്കാണ് അതാത് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും. നമുക്കറിയാം, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പാർലമെന്റിലേക്ക് ഇലക്ഷൻ നടക്കും അല്ലെ? ലോകസഭയിലേക്ക് ഇലക്ഷൻ നടക്കാറുണ്ട്. MP-മാരെ തെരഞ്ഞെടുക്കാറുണ്ട് അല്ലെ? കേരളത്തിൽ 20 മണ്ഡലങ്ങളാണുള്ളത്. ഇപ്പൊ 20 മണ്ഡലത്തിൽ നിന്നും മൊത്തം 18 മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസും, 1 മണ്ഡലത്തിൽ നിന്ന് BJP-യും, 1 മണ്ഡലത്തിൽ നിന്ന് മാർക്സിസ്റ്റുമാണ് നമ്മളുടെ കേന്ദ്രത്തിലേക്ക് പാർലമെന്റിലേക്ക് പോയിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ സംസ്ഥാനത്തിലെ പല പോരായ്മകളും പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യാനും പാർലമെന്റിൽ ഉന്നയിക്കാനും ഒക്കെ കഴിയുമെന്നതും അതിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ജനപങ്കാളിത്തം. സാധാരണ ജനങ്ങളിൽ രാഷ്ട്രീയ ബോധവും അവകാശബോധവും വളർത്താൻ സാധിച്ചു. അപ്പൊ ഇതൊക്കെയാണ് ഏതിന്റെ പങ്ക്? പ്രാദേശിക പാർട്ടികളുടെ നിർണായകമായ പങ്കായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. പ്രാദേശിക പാർട്ടികളുടെ നിർണായകമായ പങ്ക് എന്നാൽ ഏതൊക്കെ? സംസ്ഥാന ഭരണം, സഖ്യ സർക്കാരുകള്, പ്രശ്നങ്ങൾ ഉന്നയിക്കല്, ജനപങ്കാളിത്തം. ഓക്കെ. ഇനി ഈ ഒരു റീജിയണലിസത്തിൽ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ. റീജിയണലിസത്തിൽ ചില സമയത്ത് എന്തുണ്ടാവാറുണ്ട്? അസന്തുലിതാവസ്ഥ ഉണ്ടാവും. എന്താ അസന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാല്? തുല്യമല്ലാത്തൊരവസ്ഥ, ഈക്വാലിറ്റി ഇല്ലാതിരിക്കുക. അപ്പൊ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്നാണ് ചോദ്യം. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു പ്രാദേശികത്വാദം അഥവാ പ്രാദേശികത്വത്തിൽ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ അഥവാ പ്രോബ്ലങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം? സമതുലിത വികസനം നടപ്പാക്കുക. അപ്പോ റീജിയണലിസത്തിൽ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ അഥവാ പ്രോബ്ലം പരിഹരിക്കാനുള്ള ഒന്നാമത്തെ മാർഗം എന്താണ്? സമതുലിത വികസനം. എന്താ സമതുലിത വികസനം എന്ന് പറഞ്ഞാല്? എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രദേശങ്ങൾക്കും ഒരുപോലെ സാമ്പത്തിക വ്യവസായ വികസനം ഉറപ്പാക്കുക. സമതുലിത വികസനം എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും അതേപോലെ പ്രദേശങ്ങൾക്കും ഒരുപോലെ സാമ്പത്തിക വ്യവസായ വികസനം ഉറപ്പുവരുത്തണം എന്നതാണ് സമതുലിത വികസനം.
അതേപോലെ രണ്ടാമത് എന്താ പറയണത്, കേന്ദ്രത്തിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തുക. അപ്പോ പ്രാദേശികമായിട്ട് സംസ്ഥാനങ്ങളിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രദേശങ്ങൾക്കും ഒരുപോലെ സാമ്പത്തിക വ്യവസായ വികസനം ഉറപ്പുവരുത്തുമ്പോൾ നമുക്ക് അസന്തുലിതാവസ്ഥ പരിഹരിക്കാം, സമതുലിത വികസനം ഉറപ്പാക്കാം. കേന്ദ്രത്തിന്റെ ആവശ്യമില്ലാതെ സംസ്ഥാനങ്ങളിൽ കേന്ദ്രം ഇടപെടുന്നത് ഒഴിവാക്കുമ്പോഴും നമുക്ക് എന്ത് ഒഴിവാക്കാൻ കഴിയും, അസന്തുലിതാവസ്ഥ പരിഹരിക്കാം അല്ലെ. സംസ്ഥാനങ്ങളുടെ സ്വയം ഭരണാവകാശത്തിലും അധികാരത്തിലും അനാവശ്യമായി കേന്ദ്രം ഇടപെടുന്നത് തടയാം. അപ്പോൾ നമുക്ക് എന്ത് പരിഹരിക്കാം, പ്രാദേശികത്വത്തിൽ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ അഥവാ പ്രശ്നങ്ങൾ പരിഹരിക്കാം. പിന്നെ ഭരണഘടനാപരമായ പരിഹാരങ്ങൾ. എന്താ ഭരണഘടനാപരമായ പരിഹാരം എന്ന് പറഞ്ഞാല് നദീജല അതിർത്തി തർക്കങ്ങൾ സമവായത്തിലൂടെയും നിയമപരമായും പരിഹരിക്കുക. അതേപോലെ ദേശീയ ബോധവൽക്കരണം, വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ദേശീയ ഐക്യം വളർത്തുന്ന വിദ്യാഭ്യാസ രീതി നടപ്പിലാക്കുക. ഇപ്പൊ വൈവിധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ രാജ്യം വൈവിധ്യങ്ങൾ നടന്ന രാജ്യമാണ്. കാരണം ഇന്ത്യയില് 29 സംസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ ആ 29 സംസ്ഥാനങ്ങളും വ്യത്യസ്ത ആചാരങ്ങളും പാരമ്പര്യങ്ങളും ഭാഷയും വസ്ത്രധാരണം ഒക്കെയാണ്. അപ്പൊ ആ വൈവിധ്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം. എന്റെ രാജ്യം വ്യത്യസ്തമാണ്, എന്റെ രാജ്യം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്, അത് ഞാൻ അംഗീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒന്നാണ്. അല്ലാതെ എന്റെ സംസ്ഥാനം മാത്രമാണ് ഒന്ന് എന്നുള്ള ചിന്ത മാറ്റിയിട്ട് നമ്മൾ എല്ലാവരും എന്റെ രാജ്യം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ അതിനെ അംഗീകരിച്ചുകൊണ്ട് ദേശീയ ഐക്യം നിലനിർത്താൻ ശ്രമിക്കും എന്നൊരു ബോധം നമ്മളിൽ ഉണ്ടാവുക. വെറും പ്രാദേശിക ബോധം മാത്രമല്ല നമ്മളിൽ വേണ്ടേ, ദേശീയ ബോധമാണ് നമ്മളിൽ വേണ്ടത്. പ്രാദേശിക ബോധം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിനോട് മാത്രമേ ഇഷ്ടം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ അതിനേക്കാൾ ഉപരി നമ്മളിൽ എപ്പോഴും വേണ്ടത് ദേശത്തിനോടാണ് ഐക്യവും കൂറും പ്രതിബദ്ധതയൊക്കെ ആവശ്യം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എന്ത് പരിഹരിക്കാനുള്ള മാർഗം, പ്രാദേശികത്വത്തിൽ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ അഥവാ പ്രോബ്ലംസ്, റീജിയണലിസത്തിൽ ഉണ്ടാകുന്ന പല പ്രോബ്ലംസും പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? സമതുലിത വികസനം, കേന്ദ്രത്തിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തുക, ഭരണഘടനാപരമായ പരിഹാരങ്ങൾ കണ്ടെത്തുക, നദീജല തർക്കങ്ങളൊക്കെ സമവായത്തിലൂടെ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കണം, ദേശീയ ബോധവൽക്കരണം. ഓക്കെ, അടുത്തത് നോക്കൂ. ഇനി നമ്മൾ പ്രാദേശിക പാർട്ടികൾ ഏതൊക്കെയെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് പ്രധാന പ്രാദേശിക പാർട്ടികൾ നോക്കൂ. DMK, AIADMK, തമിഴ്നാട്ടിലുള്ള ഒരു റീജിയണൽ പാർട്ടിയാണ്. DMKയും AIADMK. തമിഴ്നാട്, അതിന്റെ പ്രത്യേകത എന്താ? ദ്രാവിഡ പ്രസ്ഥാനത്തിനും ഭാഷാ സംരക്ഷണത്തിലും അധിഷ്ഠിതമായിരിക്കും. അപ്പൊ റീജിയണൽ പാർട്ടികളാണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. ഒരു റീജിയണൽ പാർട്ടിയാണ് DMK ആൻഡ് AIADMK. അതിന്റെ ആസ്ഥാനം തമിഴ്നാടാണ്. അവര് പ്രാധാന്യം കൊടുത്തത് ദ്രാവിഡ പ്രസ്ഥാനത്തിനും ഭാഷാ സംരക്ഷണത്തിനും അധിഷ്ഠിതമായിരുന്നു. തമിഴ് ഭാഷയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. അടുത്തതാണ് രാഷ്ട്രീയ പാർട്ടികളിൽ വരുന്ന പ്രാദേശിക പാർട്ടിയാണ് തെലുങ്ക് ദേശം പാർട്ടി, TDP എന്ന് പറയും. തെലുങ്ക് ദേശം പാർട്ടി, അതിന്റെ ആസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അവര് എന്തിനു മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? ആന്ധ്രയുടെ വളർച്ചയ്ക്കും വികസനത്തിനും മാത്രം പ്രാധാന്യം നൽകി. അടുത്തതാണ് ശിരോമണി അകാലിദൾ. ശിരോമണി അകാലിദൾ ഏതാണ് സംസ്ഥാനം? പഞ്ചാബ്. അവര് സിഖ് സമുദായത്തിന്റെയും പഞ്ചാബിന്റെയും താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. അടുത്തതാണ് നാഷണൽ കോൺഫറൻസ്. അതിന്റെ ആസ്ഥാനം ജമ്മു ആൻഡ് കാശ്മീരാണ്. അവർ കാശ്മീരിന്റെ പ്രത്യേക പദവിക്കാണ് വാദിച്ചത്. അടുത്ത പ്രാദേശിക പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് അഥവാ ബിജു ജനതാദൾ. അതിന്റെ ആസ്ഥാനം പശ്ചിമ ബംഗാളും ഒഡീഷയാണ്. അവർ സംസ്ഥാനങ്ങളുടെ വികസനത്തിനും സ്വയംഭരണത്തിനുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അപ്പൊ ഇത്രയും പാർട്ടികളാണ് ഇന്ത്യയിലെ പ്രധാന പ്രാദേശിക പാർട്ടികളായിട്ട് അറിയപ്പെടുന്നത്. ഇത് കൂടാതെ ഇന്നിപ്പോ വേറെയും ചില പാർട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടികളാണ് DMK ആൻഡ് AIADMK, TDPA, അഖിൽദൾ, ശിരോമണി അകാലിദൾ, നാഷണൽ കോൺഫറൻസ്, തൃണമൂൽ കോൺഗ്രസ്, ബിജു ജനതാദൾ. ഇതൊക്കെയാണ് പ്രധാന പ്രാദേശിക പാർട്ടികൾ കേട്ടോ. ഇനി കുറച്ച് ചോദ്യങ്ങൾ നോക്കൂ. എന്താണ് പ്രാദേശികത എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതി? നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ. പ്രാദേശികത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഭാഷാ സാംസ്കാരിക സംരക്ഷണം, പ്രദേശങ്ങളുടെ സാമ്പത്തിക അവഗണന, അധികാര വികേന്ദ്രീകരണത്തിന്റെ കുറവ്, പ്രാദേശിക ഒരു മിനിറ്റ്. പ്രാദേശികത എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം പ്രദേശത്തോടുള്ള കടുത്ത സ്നേഹവും താല്പര്യവുമാണ് പ്രാദേശികത. നമ്മൾ ഇവിടെ പഠിച്ചതാണ് എന്താണ് പ്രാദേശികത. തങ്ങളുടെ സ്വന്തം പ്രദേശത്തോടുള്ള അമിതമായ സ്നേഹവും അതേ താല്പര്യത്തിനെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രാദേശികത എന്ന് പറയുക അല്ലെ. ഇത് അതിര് കടക്കുമ്പോൾ എന്താവും? നമ്മുടെ ഐക്യത്തിന് ഭീഷണിയാവും. നമ്മളെ സംസ്ഥാനത്തെ മാത്രം നമ്മൾ സ്നേഹിച്ചാൽ പോരാ, ദേശീയതയും വേണം നമ്മളത്. വെറും പ്രാദേശികത മാത്രം നിലനിൽക്കാൻ പാടില്ല. പ്രാദേശികത വേണം, വേണ്ടെന്നൊന്നല്ല ടീച്ചർ പറയണത്. പക്ഷെ പ്രാദേശികതയോടൊപ്പം തന്നെ നമ്മൾ എന്തും വേണം? നമ്മുടെ രാജ്യത്തിനോട്, നമ്മുടെ ജന്മദേശമായ നമ്മുടെ ഇന്ത്യയോട് നമുക്ക് എന്ത് വേണം? സ്നേഹവും പരിഗണനയും ഒക്കെ വേണം കേട്ടോ. ഇപ്പൊ വെറും പ്രാദേശികത എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം നമ്മൾ ജനിച്ച ആ സംസ്ഥാനത്തിനോട് കടുത്ത സ്നേഹവും താല്പര്യവും കാണിക്കുന്നതിനെയാണ് പ്രാദേശികത എന്ന് പറയുക. പക്ഷെ പ്രാദേശികത അതിര് കടക്കുമ്പോൾ അത് ദേശീയ ഐക്യത്തിന് ഭീഷണിയാകും. ഇനി പ്രാദേശിക പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക സംസ്ഥാനത്തിലോ ഏതാനും പ്രദേശങ്ങളിലോ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും പ്രാദേശിക പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് പ്രാദേശിക പാർട്ടി. ചില സംസ്ഥാനങ്ങളിൽ മാത്രം നിലനിൽക്കുകയും അവിടുത്തെ പ്രശ്നങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുകയും ചെയ്യുന്ന പാർട്ടികളെയാണ് പ്രാദേശിക പാർട്ടി എന്ന് പറയാം. ഇനി പ്രാദേശികതയുടെ രണ്ട് പ്രധാന രൂപങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാന സ്വയംഭരണത്തിനായുള്ള ആവശ്യവും ഇന്ത്യയിൽ നിന്നും വേർപിരിയാനുള്ള ആവശ്യവും. പ്രാദേശികതയുടെ രണ്ട് പ്രധാന രൂപങ്ങളാണ് സംസ്ഥാന സ്വയംഭരണത്തിനായിട്ടുള്ള ആവശ്യവും ഇന്ത്യയിൽ നിന്നും വേർപിരിയാനുള്ള ആവശ്യവും. അടുത്തത് പ്രാദേശികതയുടെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെ? പ്രാദേശികത ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഭാഷാ സാംസ്കാരിക സംരക്ഷണം, പ്രദേശങ്ങളുടെ സാമ്പത്തിക അവഗണന, അധികാര വികേന്ദ്രീകരണത്തിന്റെ കുറവ്, പ്രാദേശിക നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യം. എന്തൊക്കെയാണ് പ്രാദേശികത ഉണ്ടാവാനുള്ള പ്രധാന കാരണം? ഭാഷ റീജിയണലിസം ഉണ്ടാവാനുള്ള കാരണം എന്തൊക്കെയാണ്? കോസസ് എന്തൊക്കെയാണ്? ഭാഷാ സാംസ്കാരികമായ പ്രശ്നം, മാനുഷികമല്ലാത്ത വികസനം, രാഷ്ട്രീയ താല്പര്യങ്ങൾ. നമ്മളിവിടെ പറഞ്ഞു തന്നത് തന്നെയാണ്. ഭാഷാ സാംസ്കാരിക സംരക്ഷണം, പ്രദേശങ്ങളുടെ സാമ്പത്തിക അവഗണന, അധികാര വികേന്ദ്രീകരണത്തിന്റെ കുറവ്, പ്രാദേശിക നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ. ഇനി പ്രാദേശിക പാർട്ടികളുടെ രണ്ട് പ്രധാന പങ്ക് എന്തൊക്കെയാണ്? പ്രാദേശിക പാർട്ടികളുടെ രണ്ട് പ്രധാന പങ്കുകൾ എന്തൊക്കെ? സംസ്ഥാനങ്ങളിൽ ജനകീയ ഭരണം നടപ്പിലാക്കുന്നു, കേന്ദ്രത്തിലെ സഖ്യ സർക്കാരുകളിൽ നിർണായക സ്വാധീനം ചെലുത്തുകയും പ്രാദേശിക വിഷയങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. അപ്പൊ പ്രാദേശിക പാർട്ടികളുടെ രണ്ട് പ്രധാന പങ്ക് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിൽ ജനകീയ ഭരണം നടപ്പിലാക്കുക, കേന്ദ്രത്തിലെ സഖ്യ സർക്കാരുകളിൽ നിർണായക സ്വാധീനം ചെലുത്തുകയും പ്രാദേശിക വിഷയങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. അതേപോലെ പ്രാദേശിക അസന്തുലിതാവസ്ഥ പരിഹരിക്കാനുള്ള വഴി എന്താ? എല്ലാ പ്രദേശങ്ങളുടെയും സമതുലിതമായ വികസനം ഉറപ്പാക്കുമ്പോഴാണ് കേന്ദ്രവും സംസ്ഥാനവും സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പ്രാദേശികമായി ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ പരിഹരിക്കാം കേട്ടോ. അപ്പൊ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ സമതുലിത വികസനം, കേന്ദ്രത്തിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തുക, ഭരണഘടനാപരമായ പരിഹാരങ്ങൾ നൽകുക, ദേശീയ ബോധവൽക്കരണം. ഇതൊക്കെയാണ് അസന്തുലിതാവസ്ഥ, പ്രാദേശിക അസന്തുലിതാവസ്ഥ പരിഹരിക്കാനുള്ള വഴികൾ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു വിജയമൊക്കെ ആശംസിക്കുന്നുണ്ട്. അവസാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കണം. അതെ, അപ്പോ നമ്മളുടെ 20ാമത്തെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി. ടീച്ചർ എല്ലാ കാര്യങ്ങളും ആ ചാപ്റ്ററിൽ വരുന്ന എല്ലാ കാര്യങ്ങളും സ്ലൈഡ് ആയിട്ട് പറഞ്ഞു തന്നു. ഒന്നുകൂടി ടീച്ചർ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് സ്ലൈഡ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, അതിന്റെ പങ്ക്, റോള്, പരിഹരിക്കാനുള്ള മാർഗങ്ങള്, പ്രധാന പ്രാദേശിക പാർട്ടികൾ ഏതൊക്കെയാണ്, പിന്നെ കുറച്ച് ചോദ്യങ്ങളും അതിന്റെ ആൻസറുകളും. ഇത്രയും കാര്യങ്ങള് നന്നായിട്ട് മനസ്സിലാക്കുക. ഈ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ടീച്ചറെ കോണ്ടാക്ട് ചെയ്ത് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നും
എല്ലാ ടോപ്പിക്സും മനസ്സിലാക്കാൻ ശ്രമിക്കണം. നിങ്ങൾ ക്ലാസ് റെക്കോർഡിങ് നന്നായിട്ട് കേൾക്കണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഗൈഡ് വായിക്കണം. ഈ ചാപ്റ്ററിൽ നിന്നും എല്ലാ ക്വസ്റ്റ്യന്റെയും ആൻസർ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അടുത്ത ചാപ്റ്ററിന്റെ വീഡിയോയുമായി 21ാമത്തെ ചാപ്റ്ററിന്റെ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത പൊളിറ്റിക്സിന്റെ ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ.